ബി.ജെ.പിയുടെ 3 എം.എൽ.എമാരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഉള്ളത്. അവരുടെ സ്ട്രാറ്റജി എത്രത്തോളം വിജയിച്ചു, അതിന് എവിടെയൊക്കെ പരാജയം സംഭവിച്ചു എന്ന് വിലയിരുത്തേണ്ട സമയം കൂടിയാണിത്. ബി.ജെ.പി അവരുടെ ഇപ്പോഴത്തെ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ല മറ്റ് സമുദായങ്ങളിലേക്കും, അല്ലെങ്കിൽ എവിടെയാണോ ബി.ജെ.പിക്ക് കൂടുതൽ കരുത്താർജിക്കേണ്ടത് അവിടെയാണോ അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ബി.ജെ.പിക്ക് അകത്ത് തന്നെ വലിയൊരു തിരുത്തൽവാദമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എത്രത്തോളം ബി.ജെ.പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും? എന്തായാലും നല്ല വെല്ലുവിളിയുണ്ട്. ഇപ്പം നിലവിലൊരു സാധ്യത, കാരണം പ്രതിപക്ഷം എന്ന് പറയുന്ന രീതിയിൽ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. മറ്റ് നിയമസഭയ്ക്ക് പുറത്താണല്ലോ പ്രതിപക്ഷം. ഇപ്പം നിയമസഭയിൽ 3 പേരുണ്ട്. നല്ല അത്യാവശ്യം പരിചയസമ്പന്നരായുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറുണ്ട്. വി ഗോപകുമാർ ആണെങ്കിലും നല്ല രീതിയിൽ ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നൊരു ലീഡറാണ്. അപ്പം അതൊരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ 3 സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്രത്തോളം ഉയർത്താൻ സാധിക്കും? ഒരു പ്രധാന പ്രതിപക്ഷമായി വരിക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഒരു ടാർഗറ്റ് എന്നാണ് തോന്നുന്നത്. ബംഗാളിലെ 3 ശരിക്കും ഒരു ഭാഗ്യ നമ്പറാണെന്നാണ് പറയുന്നത്. 3 നിന്നൊരു ഉയർച്ച പല സംസ്ഥാനങ്ങളും ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിൽ സാധ്യമാകണമെങ്കിൽ നിലവിലെ ഒരു ടാക്ടിക്സ് വെച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഇത്തവണ തന്നെ 3 സീറ്റ് ജയിച്ചെങ്കിൽ പോലും പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുത. കാരണം ഇതല്ല ബി.ജെ.പി നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, പറയും UDF അനുകൂല തരംഗം ഉണ്ടായി, പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ബി.ജെ.പി ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 സീറ്റെങ്കിലും ഇത്തവണ നേടേണ്ടതായിരുന്നു. അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം പാർട്ടി ആദ്യമേ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പിന്നാക്ക വോട്ടുകളൊക്കെ ബി.ജെ.പിയിലേക്ക് വലിയ തോതിൽ എത്തിയിരുന്നു, പ്രത്യേകിച്ച് ആലപ്പുഴ, പിന്നെ ആറ്റിങ്ങൽ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഈവൻ കൊല്ലത്ത് പോലും പല സ്ഥലങ്ങളിലും, ഇപ്പൊ കൊല്ലം കോർപ്പറേഷനിലൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റമൊക്കെ നമുക്കറിയാം അതിനുശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പക്ഷേ ആ രീതിയിൽ ബി.ജെ.പി ഫോക്കസ് ചെയ്യാതെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് പോയി. ഓക്കെ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒരു ലക്ഷ്യം വെച്ച് പോയത്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് ഫെയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം തിരുവല്ല മാറ്റി കിട്ടിയിട്ടില്ല. പല മണ്ഡലങ്ങളും ഇത് വലിയ ബഹളം ഉണ്ടാവും. തിരുവല്ല മാത്രമുള്ള ഒരു എക്സെപ്ഷൻ. തിരുവല്ല ആണെങ്കിലും അക്കീരമൺ 2016 ഏതാണ്ട് 31,000 വോട്ട് എന്തോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ 42,000 കൂടുതൽ വോട്ട് ലഭിച്ചു. അനൂപ് ആന്റണിയുടെ എഫേർട്ട് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ഫെയിലർ തന്നെയാണ്. അതൊരു വസ്തുതയാണ്. ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ UDFന്റെ വലിയ മുന്നേറ്റമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കോർ കമ്മിറ്റിയിലൊക്കെ അതനുസരിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നെന്നാണ് പറയുന്നത്. കാരണം ബി.ജെ.പി തിരികെ പോകേണ്ടത്, അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അല്ല നിലവിൽ വേണ്ടത്. ബി.ജെ.പിക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഒരു OBC ഔട്ട്റീച്ച്, ഹിന്ദു OBC ഔട്ട്റീച്ച്, പ്രത്യേകിച്ച് ഇടവർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കാരണം അതിൻ്റെ ഒരു സാഹചര്യം, രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, യൂത്ത് ലീഗ് നേതാക്കൾ പോലും വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ട്രോളുന്നു. ഈ സാഹചര്യമുള്ളപ്പോൾ ഇവരോട് ചിലപ്പോൾ പല ആളുകൾക്കും വലിയ താല്പര്യമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടൊന്നും ആ സമുദായത്തിലെ യുവാക്കൾക്കോ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കൊന്നും താല്പര്യമില്ല എന്നുള്ള ഒരു വസ്തുത. കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഒരു സന്ദർഭം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു VD സതീശൻ പറയുന്നതുണ്ടല്ലോ, അതായത് തെണ്ണ നിറങ്ങില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ തെണ്ണ നിറങ്ങുമെന്ന് തന്നെ, അതായത് അയാൾക്ക് NSSന്റെ അടുത്തും SNDPയുടെ അടുത്തും പോകാൻ വയ്യ, പക്ഷെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അടുത്തും മുസ്ലിങ്ങളുടെ അടുത്തും പോവാം. മുസ്ലിമെ ഭൂമി ആദ്യമായിട്ട് ഉരുണ്ടത് മുസ്ലിമാണ് പറഞ്ഞതെന്ന് വരെ അദ്ദേഹം പറഞ്ഞത്. തിണ്ണ നിരങ്ങാന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായ നേതാക്കളുടെ ഇടയിൽ ഓക്കെയാണ്, നോ പ്രോബ്ലം. പക്ഷെ അല്ലാത്ത ഹിന്ദു സമുദായ നേതാക്കൾ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതിന് പക്ഷെ വലിയ കയ്യടിയൊക്കെ ഉണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം ഇഴവ വിഭാഗത്തിന്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25% വരും എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടെന്നും പറയുന്നു. എന്തായാലും അവർക്ക് വെറും 3 മന്ത്രിമാർ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ മറ്റ് സമുദായങ്ങൾക്കൊക്കെ എന്ത് ലഭിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുമാത്രമല്ല CPMന്റെ ഉറച്ച വോട്ട് ബാങ്കാണ് ബേസിക്കലി ഇടവര്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ CPM ആണെങ്കിൽ ഇപ്പൊ ഒരു ന്യൂനപക്ഷ പ്രീണന കാർഡുമായിട്ടാണ് പോകുന്നത് വീണ്ടും. കാരണം നഷ്ടപ്പെട്ട മുസ്ലിം വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അത് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. KK രാഗേഷ് ഒക്കെ തിരിച്ചും പറയുന്നുണ്ട്. ശരിക്കും അവരൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഒരു സുവർണ്ണ അവസരം ഇപ്പോഴാണ് ശരിക്കും കൈവന്നിരിക്കുന്നത്. നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ട്. അതുകൂടാതെ തന്നെ
ഈ രീതിയിൽ ഹിന്ദു പിന്നാക്ക വിഭാഗക്കാർക്കിടയിലേക്ക് ചെല്ലുക, അവരുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇഴവ വോട്ടുകൾ വലിയ തോതിൽ CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ഇഴവർ വലിയ തോതിൽ BJP-യിലേക്ക് എത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു, കോർപ്പറേഷൻ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു, പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കഴക്കൂട്ടത്ത് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, നിയമസഭയിൽ മാത്രമല്ല അതിനു മുമ്പ് വാർഡുകൾ, ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് ഇഴവ വോട്ട് ഇപ്പൊ 27% ഇഴവർ BJP-ക്കൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ള രീതിയിലെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്ത് പിന്നാക്ക വിഭാഗക്കാർക്കിടയിലേക്ക് BJP-ക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു റിസൾട്ടാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതിന് എത്രത്തോളം സാധ്യതയുണ്ട്, അതിനുള്ളൊരു ശേഷി നിലവിൽ BJP-ക്ക് ഉണ്ടോ എന്നതാണ്. ശേഷിയുണ്ടോ എന്നുള്ളതിനകത്തൊരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉത്തരം. കാരണം പ്രകടമായിട്ടും ഇതൊരു മൈനോറിറ്റി മന്ത്രിസഭയാണെന്ന് വേണമെങ്കിൽ പറയാം. ന്യൂനപക്ഷങ്ങളാണ് കൂടുതലുള്ളത്. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. അതും അവരും ഓരോ റോമൻ കത്തോലിക്, എല്ലാ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്സ്, ഓരോ മതവും ഓരോ വിഭാഗവും പേര് പറഞ്ഞ് അത് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതേസമയത്ത് ഖാർഗെ പറഞ്ഞിട്ട് പോലും പട്ടികജാതിക്കാർക്ക് ഒരു മാന്യമായ ഒരു വകുപ്പ് കൊടുത്തില്ല. പട്ടികജാതിക്കാരനെ ഇപ്പം കോൺഗ്രസ് പറയുന്നു ജാതി സെൻസസ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ്, പക്ഷെ പട്ടികജാതിക്കാർക്ക് എന്താണ് ഒരു പേരിനൊരു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിത നയം വലിയ പുരോഗമന സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിൽ പോലെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്. പട്ടികജാതിക്കാരന് പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് അവസാനമാണ് വലിയ ബലം പിടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വകുപ്പ് റവന്യൂ വകുപ്പ് കൊടുത്തത്. കാരണം അയാൾക്ക് ആരോഗ്യ വകുപ്പ് കൊടുക്കണം എന്നാ പറഞ്ഞത്, അവസാനം അത് റവന്യൂവിൽ എത്തിച്ചു. അതാണ് സാഹചര്യം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും മെജോറിറ്റി കമ്മ്യൂണിറ്റി BJP-യുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് CPM-ൽ അവർക്കുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ BJP-യുടെ കൂടെ വന്നത്. പക്ഷെ അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർ BJP-യുടെ. ഈ BDJs എന്ന് പറയുന്ന സംഭവം, അതുകൂടാതെ 2020 ഈ 2 പാർട്ടികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും മത്സരിച്ചു. അത് ശരിക്കും BJP-ക്ക് നല്ല സാധ്യതയുള്ള, BJP വിജയിച്ച് കയറാൻ സാധ്യത, അല്ലെങ്കിൽ BJP-ക്ക് ഭാവിയിൽ വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ പലതുണ്ട്. ആത്മഹത്യാപരമായി തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂരൊക്കെ BJP-ക്ക് വലിയൊരു സാധ്യതയില്ല. കോന്നി, പിന്നെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലം. ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു നല്ലൊരു റോൾ ഉണ്ടാക്കാൻ പറ്റുന്നു. കാരണം പ്രതിഭയ്ക്കെതിരെ വലിയൊരു വികാരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇനി ഇൻ കേസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ പോലും അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ശോഭ ആലപ്പുഴയിൽ നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യായിരുന്നു. പക്ഷെ അത് BDS ആണ് മത്സരിച്ചത്. 2020 കുന്നത്ത് നാട്ടിൽ അവർക്ക് നേരത്തെ കിട്ടിയിരുന്ന വോട്ട് പോലും കിട്ടിയില്ല. BJP-യുടെ വോട്ട് വേറെ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ BJP-ക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് എടുത്ത് കൊടുത്തത്. കെ സുരേന്ദ്രനെ മത്സരിപ്പിച്ചതാണെങ്കിലും ഒരു ഹിന്ദു ന്യൂനപക്ഷ മണ്ഡലം, അതായത് മഞ്ചേശ്വരത്തിന്റെ കാരണം അദ്ദേഹത്തെ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലം നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വിജയം അദ്ദേഹം നിയമസഭയിൽ എത്തിയിരുന്നെങ്കിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാവുമായിരുന്നു. അപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ പാളിച്ചകൾ പറ്റി. അതേപോലെ തന്നെ പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനനുസരിച്ച് അവരുടെ സാധ്യതകൾക്കനുസരിച്ചല്ല. ഇപ്പം 2020 എന്ന് പറയുന്ന പാർട്ടി എറണാകുളം ജില്ലയിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. ഇപ്പം അവർക്ക് തന്നെ വൈപ്പിനിലും എറണാകുളത്ത് ഒരുപാട് സീറ്റ് കൊടുത്തു. അവിടെയൊന്നും മുമ്പ് കിട്ടിയിരുന്ന സീറ്റ് പോലും കിട്ടിയില്ല. അതായത് BJP-ക്ക് കിട്ടിയ വോട്ടും കിട്ടിയില്ല, അവർക്ക് കിട്ടിയ വോട്ടും കിട്ടിയില്ല എന്നുള്ളതാണ്. എൻഡിയിൽ എത്തിയതിനു ശേഷം ഇവരുടെയൊക്കെ വോട്ട് കുറഞ്ഞിരിക്കുക, BJP-ക്ക് ഒരു ഗുണമില്ല. ഇതിൽ തന്നെ BDJs നന്നായിട്ട് വോട്ട് പിടിച്ചത് 2016 അന്ന് ഏതാണ്ട് 4% വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് അവരുടെ ഗ്രാഫ് താഴോട്ട് വരികയാണ് ചെയ്തത്. കാരണം ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി LDF-ന്റെ കൂടെ നിൽക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ചെങ്കിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ അങ്ങനത്തെ ഒരാൾ മത്സരിക്കുമ്പോഴേ അവരുടെ വോട്ട് മൊബിലൈസ് ചെയ്ത് വരുന്നു. ആകെ ഒരു 8 നേതാക്കളാണുള്ളതെന്നാ പറയുന്നത്. അവരെ മാറി മാറി മത്സരിക്കുന്നതെന്നൊക്കെയുള്ള തമാശ ഈ സർക്കിളിൽ ഉണ്ടാവാറുണ്ട്. അത് മുതല വോട്ട് ട്രാൻസ്ഫർ കറക്റ്റായിട്ട് നടക്കുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് BDS BJP സഖ്യവുമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. കാരണം താഴോട്ടാണ് പോകുന്നത്. ആ സഖ്യമൊക്കെ ശരിക്കും അത് ഓക്കെ, സാമൂഹികമായിട്ട് അതിനൊരു വലിയൊരു പ്രസക്തി ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഇവരെ കൂടുതലായിട്ട് BJP സ്ഥാനാർത്ഥികൾക്ക് BJP ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കുറച്ച് അതെ, അതാണ് അക്സെപ്റ്റൻസിന്റെ. അപ്പം വലിയ വെല്ലുവിളി. അത് മാത്രമല്ല സംഘടനാ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ഒന്നും നിലവിലില്ലല്ലോ BJP-ക്ക്. അപ്പൊ അതൊക്കെ ഒരു ബേസിക് ഓപ്പറേഷനെ ബാധിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. കാരണം പല സ്ഥലങ്ങളിലും BJP-ക്ക് ജനങ്ങൾക്കിടയിലേക്ക്, പൊട്ടൻഷ്യൽ വോട്ടേഴ്സിനിടയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു പൊതുവെയുള്ള ഒരു അഭിപ്രായമാണ്.
പല മണ്ഡലങ്ങളിലും. ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അത് സംശയമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഒരു വലിയ ശക്തിയായിട്ട് ബി ജെ പിക്ക് മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മലബാറിലൊക്കെ പല മണ്ഡലങ്ങളിലും വലിയ പ്രവർത്തനമൊന്നുമില്ല. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയ വോട്ടാണ്. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കുന്നമംഗലത്ത് എല്ലാ സ്ഥലങ്ങളിലും വോട്ട് കൂടി കോഴിക്കോട് നോർത്തൊക്കെ ഒരു വിജയിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്ത തവണ അവിടെ നവ്യ ഹരിദാസ് തന്നെ നിൽക്കുകയാണെങ്കിൽ, നല്ല പ്രചരണമൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന രീതിയിലുള്ള, കാരണം പ്രവർത്തനം ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ കാസർഗോഡ് മഞ്ചേശ്വരത്തോ ഒന്നും ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം കോഴിക്കോടോ മലബാറിലെ പല സ്ഥലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മലബാറിലെ പല മണ്ഡലങ്ങളിലും വോട്ട് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ഇലക്ഷനിൽ സ്വാഭാവികമായിട്ട് ഒരു ആന്റി ലെഫ്റ്റ് വോട്ട് വരുന്ന സമയത്ത് ബി ജെ പിയുടെ വോട്ട് കുറയാണ് ചെയ്തത്. 2016 ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് എന്തുകൊണ്ട് അന്ന് അധികാരത്തിലുണ്ടായിരുന്നത് UDF ആയിരുന്നു. അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ദ്വിമുന്നണി രാഷ്ട്രീയം, ബൈപോളാർ പൊളിറ്റിക്സ് ബി ജെ പി പൊളിച്ചു. ഇനി ബി ജെ പിക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്, സാഹചര്യമുണ്ട്. ബി ജെ പി എത്രത്തോളം അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള, അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ബൈപോളർ പൊളിറ്റിക്സ് പോയി ഒരു ട്രൈപോളറായി മാറിയിട്ടുണ്ട്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ഇപ്പോഴത്തെ അവസരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തും അനുസരിച്ചിരിക്കും ബി ജെ പിയുടെ കേരളത്തിലെ സാന്നിധ്യവും പുരോഗതിയും.